പ്രൈസ് ദി ലോർഡ്. ആവേ മരിയ. ഇന്ന് മെയ് മാസം 5-ാം തീയതി നമ്മൾ പ്രത്യേകമായിട്ട് ധ്യാനിക്കുന്നത് പരിശുദ്ധ അമ്മയുടെ സമർപ്പണത്തെക്കുറിച്ചാണ്. ഈ മെയ് മാസം മുഴുവനും പരിശുദ്ധ അമ്മയിൽ തിളങ്ങി വിളങ്ങിയ ഓരോരോ ദൈവിക പുണ്യങ്ങളെക്കുറിച്ചും ഒപ്പം തന്നെ പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൽ നടന്നിട്ടുള്ള ഓരോരോ രക്ഷാകര സംഭവങ്ങളെക്കുറിച്ചുമാണ് നമ്മൾ ഈ മെയ് മാസ വണക്കത്തിൽ പ്രത്യേകമായിട്ട് ധ്യാനിച്ച് പ്രാർത്ഥിക്കുന്നത്. ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛൻ്റെ ഭാഷയിൽ ഇത് ശരിക്കും ഒരു ആത്മീയ ഭക്ഷണമാണ്. നമ്മുടെ ആത്മാവിനെ പുഷ്ടിപ്പെടുത്തുന്ന വലിയൊരു സ്പിരിച്വൽ ഫുഡ്. ഇന്ന് നമ്മളെ പ്രത്യേകമായിട്ട് ധ്യാനിക്കുന്നത് പരിശുദ്ധ അമ്മയുടെ സമർപ്പണത്തെക്കുറിച്ചാണ് എന്ന് ഞാൻ തുടക്കത്തിൽ പറഞ്ഞല്ലോ. അതിൽ തന്നെ 3 കാര്യങ്ങളാണ് നമ്മൾ ധ്യാനിക്കുന്നത്. ഒന്നാമതായിട്ട് പരിശുദ്ധ ദൈവമാതാവ് സർവേശ്വരന് തന്നെ തന്നെ സമർപ്പിച്ചു. രണ്ടാമതായി പരിശുദ്ധ അമ്മ തന്നെ തന്നെ മുഴുവനായി സമർപ്പിച്ചു. മൂന്നാമതായിട്ട് പരിശുദ്ധ ദൈവമാതാവ് എന്നേക്കുമായി തന്നെ സമർപ്പിച്ചു. ഒന്നാമതായിട്ട് നമ്മൾ ധ്യാനിക്കുന്നത് പരിശുദ്ധ അമ്മ ദൈവപിതാവിന് തന്നെ തന്നെ സമർപ്പിച്ചതിനെക്കുറിച്ചാണ്. നമുക്കറിയാം 3 വയസ്സുള്ള ദൈവമാതാവിനെ യോവാക്കീം, അന്ന മാതാപിതാക്കൾ ദേവാലയത്തിൽ കൊണ്ട് ചെന്നാക്കുമ്പോൾ പരിശുദ്ധ ദൈവമാതാവ് പൂർണ്ണ സമ്മതത്തോടു കൂടിയിട്ടാണ് ഈ ദേവാലയ ശുശ്രൂഷ ആരംഭിക്കുന്നത്. നമുക്കറിയാം, നമ്മളും മരിയൻ ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിക്കുന്നവരാണ്. ഈ മരിയൻ ഉടമ്പടിയെടുത്ത് നിങ്ങൾ ഇവിടെ ഉടമ്പടി സമർപ്പണ പ്രാർത്ഥന, ഉടമ്പടി പ്രഖ്യാപനം ചൊല്ലി പ്രാർത്ഥിക്ക് ഇവിടെ നിന്ന് പുറത്തു പോകുമ്പോൾ എന്തുമാത്രം തീഷ്ണതയോടു കൂടിയിട്ടാണ് ഈ ഉടമ്പടി നിബന്ധനകളൊക്കെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ നമ്മൾ മുൻകൈ എടുക്കുന്നത് എന്ന് ഒരു മനനം ഈ ഒരു സമയത്ത് ഏറ്റവും ഉചിതമാണ്. കാരണം നമ്മൾ എല്ലാവരും തന്നെ മരിയൻ ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിക്കുന്നവരാണ്. പരിശുദ്ധ ദൈവമാതാവ് ദേവാലയത്തിൽ ദൈവപിതാവിന് തന്നെ തന്നെ സമർപ്പിക്കുമ്പോൾ മാതാപിതാക്കളെ വിട്ടുപിരിയുന്ന ആ വേദനയോ ഈ തൻ്റെ ജീവിതത്തിൽ ഇനി സംഭവിക്കാൻ പോകുന്ന വാഗ്ദാനങ്ങളുടെ പൂർത്തീകരണത്തെ പറ്റിയോ ഒരു ആകുലതയും ദൈവമാതാവിന് ഉണ്ടായിരുന്നില്ല. കാരണം അവൾ തന്നെ തന്നെ പൂർണ്ണമായി സന്തോഷത്തോടു കൂടിയിട്ടാണ് ദൈവത്തിന് സമർപ്പിക്കുന്നത്. നമ്മളും മരിയൻ ഉടമ്പടിയെടുത്ത് ഈ ആലയത്തിൽ നിന്ന് പുറത്തു പോകുമ്പോൾ ചിലവരെങ്കിലും ഈ മരിയൻ ഉടമ്പടി നിബന്ധനകളൊക്കെ പാലിക്കുന്നതിൽ ഇന്നാകട്ടെ നാളെ ആകട്ടെ കാരുണ്യപ്രവൃത്തികൾ ഇനി 2 ആഴ്ച, ചിലപ്പോൾ ഇന്ന് ഈ ആഴ്ച ചെയ്തിട്ടില്ല, അത് 2 കൂടി ഒന്നിച്ച് ചെയ്തേക്കാം എന്നൊക്കെ ചിന്തിച്ച് ആ ഉടമ്പടി അനുഗ്രഹങ്ങൾ ജീവിതത്തിൽ താമസിപ്പിക്കുന്നത്. പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ 5-ാം അധ്യായം 7-ാം തിരുവചനത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട്: ദൈവത്തിലേക്ക് തിരിയാൻ നാളെ നാളെ എന്ന് നിങ്ങൾ നീട്ടിവെക്കരുത്. യേശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ 55-ാം അധ്യായം 7-ാം തിരുവചനത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട്: കർത്താവ് അരികെയുള്ളപ്പോൾ അവിടുത്തെ വിളിക്കുവിൻ. അവിടുന്ന് അരികെയുള്ളപ്പോൾ നമ്മൾ അവിടുത്തെ സാമീപ്യം തേടി മുന്നേറണം. അതിനാണ് ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛൻ മരിയൻ ഉടമ്പടി ക്ലാസ്സിലൊക്കെ പറയുന്നൊരു കാര്യമുണ്ട്. നിങ്ങൾ മരിയൻ ഉടമ്പടി എടുത്ത് പോകുമ്പോൾ തിടുക്കത്തിലാണ് ഓരോരോ കാര്യങ്ങൾ ചെയ്യുന്നത്. തീക്ഷ്ണതയുള്ളവരായി, അതായത് ദൈവസ്നേഹത്താൽ ജ്വലിച്ച് തീക്ഷ്ണതയോട് കൂടിയിട്ടാണ് നിങ്ങൾ ഓരോരോ മിഷൻ പ്രവർത്തനങ്ങൾ ചെയ്യേണ്ടത്. ദൈവമാതാവ് 3 വയസ്സിലാണ് ഈ ഒരു തീക്ഷ്ണത ദേവാലയ ശുശ്രൂഷയ്ക്കായി മാതാപിതാക്കൾ ഈ കുഞ്ഞു മാതാവിനെ ദേവാലയത്തിൽ കാഴ്ചവെക്കുമ്പോൾ ദൈവമാതാവ് വളരെ സന്തോഷത്തോടു കൂടിയിട്ടാണ് ആ ഒരു സമർപ്പണം ഏറ്റെടുത്ത് മുന്നോട്ടുള്ള തൻ്റെ ജീവിതം നയിക്കുന്നത്. നമ്മളും മരിയൻ ഉടമ്പടി എടുക്കുമ്പോൾ ഈ പരിശുദ്ധ ദൈവമാതാവിനുണ്ടായിരുന്ന ആ ഒരു തീക്ഷ്ണത ലഭിക്കുവാൻ പ്രത്യേകമായിട്ട് നമുക്കും ദൈവമാതാവിൻ്റെ മധ്യസ്ഥം തേടി പ്രാർത്ഥിക്കാം. രണ്ടാമതായിട്ട് നമ്മൾ ധ്യാനിക്കാൻ പോകുന്നത് പരിശുദ്ധ ദൈവമാതാവ് തന്നെ തന്നെ മുഴുവനായി ദൈവത്തിന് സമർപ്പിച്ചു. വണക്കത്തിൽ നമ്മൾ ഇപ്രകാരമാണ് വായിച്ചു കേൾക്കാൻ പോകുന്നത്: തൻ്റെ ശരീരവും മനസ്സും ആത്മാവുമെല്ലാം ദൈവത്തിന്
പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ടാണ് ദൈവമാതാവ് ദേവാലയ ശുശ്രൂഷയിൽ മുഴുകിയിരുന്നത് എന്നതാണ്. മർക്കോസിൻ്റെ സുവിശേഷം 12-ാം അധ്യായം 30-ാം തിരുവചനത്തിൽ നമ്മൾ ഇപ്രകാരം ദൈവത്തെ എങ്ങനെയാണ് സ്നേഹിക്കേണ്ടതെന്ന് അവിടെ വചനം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണാത്മാവോടും പൂർണ്ണ മനസ്സോടും സർവശക്തിയോടും കൂടി സ്നേഹിക്കണം. ഇത്തരത്തിൽ ദൈവസ്നേഹം വന്നു നിറയുന്ന മക്കളാണ് തിടുക്കത്തിൽ ഈ അൾത്താരയിൽ വന്ന് വലിയ സാക്ഷ്യങ്ങൾ പങ്കുവയ്ക്കുന്നത്. ചില വ്യക്തികൾ മാത്രമാണ് പറയുന്നത്, ഞങ്ങൾ ഉടമ്പടി നിബന്ധനകളൊന്നും പാലിച്ചില്ലെങ്കിലും ദൈവമാതാവ് പ്രത്യേകമായിട്ട് ഞങ്ങളെ കനിഞ്ഞനുഗ്രഹിച്ചത്. അത് ജീവിതത്തിൻ്റെ ഒരു പാർട്ടാണ്. നമുക്കറിയാം, അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നത് പോലെ തന്നെ അതിൻ്റെ രണ്ടാമത്തെ പാർട്ടാണ് ഈ അനുഗ്രഹങ്ങൾ നിലനിൽക്കുക എന്ന് പറയുന്നത്. ഈ നിലനിൽക്കുന്ന അനുഗ്രഹം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വചനം നമുക്ക് പറഞ്ഞു തരുന്നൊരു ഫോർമുല ഇതാണ്: നമ്മളെ തന്നെ പൂർണ്ണമായി വിട്ടുകൊടുത്ത് പ്രാർത്ഥിക്കുക. അതാണ് നിൻ്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടി സ്നേഹിക്കുക. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 12-ാം അധ്യായത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട്: ഗോതമ്പ് മണി അത് നിലത്ത് വീണ് അഴിയുന്നില്ലെങ്കിൽ അതിന് ഫലം പുറപ്പെടുവിക്കാൻ സാധ്യമല്ല. അതായത് ഈ ലോക ജീവിതത്തിൽ തൻ്റെ ജീവിതത്തെ ദ്വേഷിക്കുന്നവർക്കാണ് നിത്യജീവൻ അവകാശമാക്കാൻ സാധിക്കുന്നത്. നിങ്ങൾ ഇവിടെ വലിയ വലിയ സാക്ഷ്യങ്ങൾ പങ്കുവയ്ക്കുന്ന വ്യക്തികളെ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും. അവർ മഴയും വെയിലും അവരുടെ ജീവിതത്തിലെ കാലാവസ്ഥകളൊന്നും വകവയ്ക്കാതെ ദൈവസ്നേഹത്തെ പ്രതി ഇറങ്ങി തിരിച്ചവരാണ് വലിയ സാക്ഷ്യങ്ങൾ ഈ അൾത്താരയിൽ പങ്കുവച്ചിട്ടുള്ളത്. അവസാനം അവർ കൂട്ടിച്ചേർക്കുന്ന ഒരു വാക്കുണ്ട്: ഞാൻ മരണം വരെ ഉടമ്പടിയിൽ നിലനിൽക്കും, നിത്യതയാണ് എൻ്റെ ലക്ഷ്യമെന്ന്. ഒരുപാട് അക്രൈസ്തവ സഹോദരങ്ങളും കൂടിയാണ് ഇങ്ങനൊരു സാക്ഷ്യം ഈ അൾത്താരയിൽ പങ്കുവച്ചിട്ടുള്ളത്. മൂന്നാമതായിട്ട് നമ്മൾ ധ്യാനിക്കാൻ പോകുന്നത് ഇപ്രകാരമാണ്: പരിശുദ്ധ അമ്മ എന്നേക്കുമായി തന്നെ സമർപ്പിച്ചു. എന്നേക്കുമായി സമർപ്പിച്ചു എന്ന് പറയുമ്പോൾ ഈ ഭൂമിയിൽ ജീവിച്ച കാലമൊക്കെയും ആ കൃപയിൽ നിലനിന്നുകൊണ്ട് സ്ഥിരതയോടെ ദൈവസ്നേഹത്തിൽ മുന്നേറി ദൈവപിതാവിൻ്റെ ഇഷ്ടം അനുവർത്തിച്ചവളാണ് ദൈവമാതാവ്. നമ്മളും ഇതേപോലെ മരിയൻ ഉടമ്പടിയെടുത്ത് മുന്നേറുമ്പോൾ എപ്പോഴും തീക്ഷ്ണതയിൽ മാന്യമൊന്നും കൂടാതെ ആത്മാവിൽ ജ്വലിക്കുന്നവരായി കർത്താവിൻ്റെ ശുശ്രൂഷ ചെയ്യാനാണ് ഒരു പ്രത്യേക ക്ഷണം ഉടമ്പടിയിലൂടെ നമുക്ക് ലഭിച്ചിട്ടുള്ളത്. വിശുദ്ധ പത്രോസ്ലീഹ തൻ്റെ ലേഖനത്തിൽ 2-ാം ലേഖനത്തിൽ 1-ാം അധ്യായത്തിൽ 10-ാം തിരുവചനത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്: നിങ്ങളുടെ വിളിയും തിരഞ്ഞെടുപ്പും ഉറപ്പിക്കുന്നതിൽ നിങ്ങൾ കൂടുതൽ ഉത്സാഹമുള്ളവരായിരിക്കുവിൻ, എങ്കിൽ നിങ്ങൾ വീണു പോവുകയില്ല. നമുക്കറിയാം, നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ, ഈ പ്രവൃത്തികൾക്ക് ഒത്ത പ്രതിഫലമാണ് നമ്മളുടെ മരണം കഴിഞ്ഞ് നമുക്ക് നിത്യതയിൽ അവകാശമാക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്: സൽക്കർമ്മത്തിൽ സ്ഥിരതയോടെ നിന്ന് നിങ്ങൾ അക്ഷയത്വവും ബഹുമാനവും മഹത്വവും അന്വേഷിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് നിത്യജീവൻ ലഭിക്കും. റോമാ 2:6 തിരുവചനമാണ്. അതായത് സൽക്കർമ്മങ്ങളിൽ സ്ഥിരതയോടെ നിന്നുകൊണ്ട് അക്ഷയത്വവും ബഹുമാനവും മഹത്വവും നിങ്ങൾ അന്വേഷിക്കുന്നെങ്കിൽ, കാക്ഷിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് നിത്യജീവൻ ലഭിക്കും. നമുക്കറിയാം, നമ്മളൊക്കെ ഒത്തിരി ഭാഗ്യം ചെയ്തവരാണ്. മരിയൻ ഉടമ്പടിയിലൂടെ ഇന്നേ വരെ കൈയെറിഞ്ഞ് മനസ്സെറിഞ്ഞ് ഒരു സഹായം മറ്റുള്ളവർക്ക് ചെയ്യാത്ത ഒത്തിരിയേറെ മക്കളാണ് മരിയൻ ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിക്കുക വഴി ഒത്തിരിയേറെ കൃപാവര പ്രവർത്തനങ്ങൾ, കാരുണ്യ പ്രവർത്തികളിലൂടെ മറ്റുള്ളവർക്ക് ചെയ്യുന്നത്. പക്ഷെ നിങ്ങൾ എപ്പോഴും ചിന്തിക്കേണ്ട ഒരു വിഷയം, ഉടമ്പടി കാലയളവ് ഒരു 90 ദിവസം മാത്രമല്ല നിങ്ങളിത് അനുവർത്തിക്കേണ്ടത്. തിരുവചനം പറയുന്നത് പ്രകാരമാണ്: സൽക്കർമ്മങ്ങളിൽ സ്ഥിരതയോടെ നിലനിന്നാൽ. സ്ഥിരതയോടെ നിലനിന്നാൽ എന്ന് പറയുമ്പോൾ അന്ത്യം വരെയും, നിങ്ങളുടെ അവസാന ശ്വാസം എടുക്കുന്നത് വരെയും നിങ്ങൾക്ക് ചെയ്യാൻ കഴിവുള്ള ഒരു നന്മ, അത് ഈശോയുടെ നാമത്തെ പ്രതി മറ്റുള്ളവർക്ക് ചെയ്യാൻ ഉടമ്പടിയിലൂടെ നിങ്ങൾ
വിളിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഇന്ന് പ്രത്യേകമായിട്ട് പരിശുദ്ധ ദൈവമാതാവിൻ്റെ ദേവാലയത്തിലെ സമർപ്പണ നടപടിയെക്കുറിച്ചും പരിശുദ്ധ അമ്മ ജീവിച്ചു തീർത്ത സമർപ്പണ ജീവിതത്തെക്കുറിച്ചും നമ്മൾ ധ്യാനിക്കുമ്പോൾ മരിയൻ ഉടമ്പടിയിൽ മുന്നേറുന്ന നമുക്കും ഈ ഒരു വലിയ സമർപ്പണ ജീവിതത്തിലേക്കുള്ള വലിയൊരു വിളി ലഭിച്ചിട്ടുണ്ടെന്ന് നമുക്കൊന്ന് ആത്മാർത്ഥമായിട്ടൊന്ന് ചിന്തിച്ച് മനനം ചെയ്ത് അതനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തി സ്വർഗത്തിൽ കൂടുതൽ സ്ഥാനമുള്ളവരാകാൻ ഈ വണക്കവായന നിങ്ങളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ആവേ മരിയ. അളവില്ലാത്ത സാല നന്മ സ്വരൂപിയായിരിക്കുന്ന സർവേശ്വര കർത്താവേ, എളിയവരും നന്ദിയേറ്റ പാപികളുമായി ഞങ്ങൾ നിസ്മപ്രതാപനായ അങ്ങേ സന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ അയോഗ്യരാകുന്നു. എങ്കിലും അങ്ങേ അനന്തമായ ദയിൽ ശരണപ്പെട്ടുകൊണ്ട് പരിശുദ്ധ മാതാവിൻ്റെ തൃപ്പാദങ്ങൾ കാഴ്ചവെപ്പാൻ നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഗർഭസ്ഥനായി കന്യകമറിയത്തിൽ നിന്നും പിറന്ന് പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ടു പാതാളങ്ങളിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗ്ഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലും ആണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. പിതാവായ ദൈവത്തിൻ്റെ മകളായിരിക്കുന്ന പരിശുദ്ധ മറിയമേ, ഞങ്ങളെ ദൈവവിശ്വാസം എന്ന പുണ്യമുണ്ടായി ഫലം ചെയ്യുന്നതിന് അങ്ങേ തിരുക്കുമാരനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പുത്രനായ ദൈവത്തിൻ്റെ മാതാവായിരിക്കുന്ന പരിശുദ്ധ മറിയമേ, ഞങ്ങളെ ദൈവശരണമെന്ന പുണ്യമുണ്ടായി വർദ്ധിക്കുന്നതിന് അങ്ങേ തിരുക്കുമാരനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പരിശുദ്ധാത്മാവായ ദൈവത്തിന് ഏറ്റവും പ്രിയമുള്ള പരിശുദ്ധ മറിയമേ, ഞങ്ങളിൽ ദൈവസ്നേഹമെന്ന പുണ്യമുണ്ടായി വർദ്ധിക്കുന്നതിന് അങ്ങേ തിരുക്കുമാരനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഒന്നാം രഹസ്യം. നമ്മുടെ കർത്താവ് യേശുമിശിഹാ പീഡകൾ സഹിച്ച് മരിച്ചതിൻ്റെ മൂന്നാം നാൾ ജയസന്തോഷത്തോടെ ഉയർത്തെഴുന്നള്ളി എന്ന് ധ്യാനിക്കുക. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലും ആണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, ജോൺ ബോൾ, കൊല്ലം, ചവറ. ജീവിത പങ്കാളിയുടെ മദ്യപാനം മാറുവാൻ, ജീവിത പങ്കാളിയുടെ സോറിയസ് എന്ന അസുഖം മാറുവാൻ, മകന് സംസാരശേഷി ലഭിക്കുവാൻ. എലിസബത്ത്, ഭർത്താവിൻ്റെ ജന്മദിനം 5-ാം തീയതി ആയുസ്സാരോഗ്യം ഉണ്ടാകുന്നതിന് വേണ്ടി. അമല മേരിക്ക് IS ഓറിയൽ ജോലി ലഭിക്കുന്നതിന്.
ഭവനം പണിയുവാൻ വേണ്ട സമ്പത്ത് സമൃദ്ധി ഉണ്ടാവുന്നതിന്. കൊച്ചുത്രേസ്യ തയ്യിൽ ആയിഷിൻ്റെ +2 പരീക്ഷ വിജയം ലഭിക്കുവാൻ. ആഷിക്ക് കുടുംബ പ്രാർത്ഥനയിലും ദിവ്യബലിയിലും സംബന്ധിക്കുന്നതിന്. ആഷിൻ്റെ വിശുദ്ധീകരണത്തിന്. ജോസഫ് ഫെർണാണ്ടസ് കേസും വീടിൻ്റെ കടം സാമ്പത്തികം മറ്റു ബോധ്യതയും മാറ്റണം. മക്കൾ പരിശുദ്ധതയിൽ നിറയണം, പരിശുദ്ധാത്മാവിൽ നിറയണം. മകൻ ജോസിന് +2 നല്ല മാർക്കോടെ ജയിക്കണം. ബിന്ദു മെയ് 5-ാം തീയതി ധന്യയ്ക്ക് നെറ്റ് പരീക്ഷ 2 മണി മുതൽ 5 മണി വരെ. ഭാവനയുടെ തൊണ്ടയിലെ മുഴയും മൂക്കിലെ ഇൻഫെക്ഷൻ സർജറി ഇല്ലാതെ സൗഖ്യം നൽകുന്നതിനും. സുലേഖ മകൻ്റെ +2 പരീക്ഷ പൂർത്തിയായി വിജയം നേടുവാൻ, സ്വന്തമായി ഭവനം ലഭിക്കുവാൻ, എൻട്രൻസ് പരീക്ഷയിൽ വിജയം നേടുവാൻ. ദീപ നാത്തൂനെയും ഗർഭസ്ഥ ശിശുക്കളെയും സംരക്ഷിക്കാൻ, രോഗാവസ്ഥ മാറാൻ. സിന്ധുക്കുട്ടനെ അമ്മയുടെ കുടക്കീഴിൽ സംരക്ഷിക്കാൻ. മീന സുരേഷ് ജെനിക്ക് നല്ല ഭാവിയും ദൈവാനുഗ്രഹവും ലഭിക്കുവാൻ. ലിതിൻ ജോൺ നല്ല കുടുംബജീവിതം ലഭിക്കുന്നതിന്, വീട് സ്ഥലവും വിൽപ്പനയ്ക്ക് പുതിയ വീട് ലഭിക്കുവാൻ, കൂടെയുള്ള എല്ലാവർക്കും അനുഗ്രഹം സഫലമാക്കി തീർക്കുന്നതിന്. റിജോ ജോയി എൻ്റെ വ്യാവസായിക മേഖല തകരുന്നു. പരിശുദ്ധമ്മേ നല്ലൊരു വഴി കാണിച്ചു തരണമേ. മക്കൾ 3 പേരും അനുഗ്രഹം ലഭിക്കണമേ. രോഗസൗഖ്യവും സംരക്ഷണവും നൽകണമേ. ജീവിത പങ്കാളിയിലെ കുടുംബത്തിൻ്റെ ആവശ്യങ്ങൾ സാധിക്കണമേ. ആശിഷ് ജിബിൻ കുടുംബസമാധാനം, കുടുംബവിശ്വാസത്തിലും വിശുദ്ധിയിലും ജീവിക്കുന്നതിന്. ഞങ്ങളുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറുന്നതിന്, വീട് വിൽക്കുന്നതിന്, പുതിയതായി വാങ്ങുന്നതിനും, ജപ്പാനിൽ പരീക്ഷ ഇൻ്റർനെറ്റ് തടസ്സവും കൂടാതെ നൽകുന്നതിനും. മിനി രാജു കടബാധ്യത, കുടുംബ സംബന്ധമായ എല്ലാ കാര്യങ്ങളും ജീവിതകാലം മുഴുവൻ ഉടമ്പടിയിൽ നിലനിൽക്കുവാൻ. റോയി രോഗസൗഖ്യം ലഭിക്കുന്നതിന്. എസിൽ റോയി സിവിൽ പരീക്ഷയിൽ ഉന്നത വിജയം നേടുന്നതിന്. ആൻ്റണി ദൈവസ്നേഹത്തിലായിരിക്കണം, ദൈവവിശ്വാസമുള്ള പങ്കാളിയെ കിട്ടണം. ദുശീലങ്ങളിൽ നിന്ന് പങ്കാളിയെ മോചിതരാക്കാൻ, മക്കളുടെ വിവാഹം നടക്കുവാൻ. ഷാജു മണി അങ്കിളിന് രോഗസൗഖ്യവും ചേച്ചിയുടെ സ്ഥലം വിൽപ്പനയ്ക്കും, ദൈവം തന്ന എല്ലാ മക്കളെയും പരിശുദ്ധ അമ്മയുടെ സംരക്ഷണയിൽ വളർത്താൻ. പ്രവീണ കൈനടി എൻ്റെ ഷുഗർ രോഗവും മാറാൻ, മക്കളെ അമ്മയ്ക്ക് ഇഷ്ടമുള്ള മക്കളാക്കി തീർക്കുവാൻ, പങ്കാളിയെ എല്ലാവിധ അപകടത്തിൽ നിന്ന് രക്ഷിക്കുവാൻ. ജൂലൈ ചേർത്തല PhD ലഭിക്കണം, സ്ഥിരജോലി, ദൈവം തന്ന കുഞ്ഞിനെ സംരക്ഷണം. ലത മക്കളെയും കുടുംബത്തെയും അമ്മ കാക്കണം. പ്രീതി രാജു മകളുടെ വിദേശ പഠനം, ഗുജറാത്തിലുള്ള യാത്ര, ജോലി കിട്ടുവാൻ. ആൽബിൻ വിവാഹതടസ്സം മാറുന്നതിന്, പരീക്ഷയിൽ ഉന്നത വിജയം ലഭിക്കുന്നതിന്, പരിശുദ്ധാത്മാവിനാൽ നിറയുന്നതിന്. ഏഞ്ചൽ വിവാഹതടസ്സം മാറുന്നതിന് വേണ്ടി, പരിശുദ്ധാത്മാവിനാൽ നിറയുന്നതിന് വേണ്ടി. ആനീസ് മരിയ മോൾക്ക് ജോലിക്കയറ്റവും നല്ലൊരു വിവാഹവും. പ്രിയമോൾക്ക് നല്ലൊരു ജോലി, കുടുംബവിശുദ്ധീകരണം. ജാക്ലിൻ കുടുംബസമാധാനം, പ്രാർത്ഥനയിൽ എല്ലാവരും ഒരുമിക്കണം, കടബാധ്യത മാറുവാൻ. അഖില മാവേലിക്കര നഷ്ടപ്പെട്ട ജോലി ഗവൺമെൻറ്റിൽ തന്നെ ലഭിക്കണം, 27 വയസ്സായി, എനിക്ക് വിവാഹം നടക്കണം, പരിശുദ്ധ അമ്മ വഴി താമസിച്ചിരുന്ന സ്ഥലത്ത് തന്നെ നിലനിൽക്കുവാൻ അനുഗ്രഹം നൽകണം. ഗൗരി നന്ദയ്ക്ക് MBBS പഠിക്കാൻ മാതാവിൻ്റെ സഹായത്തോടെ സാധിക്കണം. അച്ചുവിൻ്റെ വീസ തടസ്സം മാറണം. അജികുമാറിൻ്റെ ആരോഗ്യസ്ഥിതി വളരണം. ഷാജി കൃഷ്ണൻ്റെ ആരോഗ്യം കാത്തുകൊള്ളണം. എബിൻ മേരി
മെയ് 5-24 നൽകുന്ന നെറ്റ് പരീക്ഷയിൽ വിജയം നൽകണം. ഒരു ഗവൺമെൻറ് ജോലിയിൽ അഡ്മിഷൻ കിട്ടുന്നതിന് മാതാപിതാക്കളുടെ ആരോഗ്യത്തിന് മാതാവിൻ്റെ മധ്യസ്ഥ യാചിക്കുന്നു. ജോജ ഷിജു. ഭർത്താവിന് വിദേശത്തൊരു ജോലി ലഭിക്കുന്നതിന്, മക്കളുടെ പരീക്ഷയ്ക്ക് നല്ല വിജയം ലഭിക്കുന്നതിന്, അമലിൻ്റെ ക്യാൻസർ രോഗം മാറുന്നതിന്. റിബി ബിന്ദു. റിബിക്ക് ഇസ്രയേലിൽ പോകാനുള്ള തടസ്സം അമ്മ മാറ്റിക്കൊടുക്കണമേ. നെറ്റ് എക്സാം എഴുതി ഗ്രേസിമോളെ അനുഗ്രഹിക്കണമേ. ഹന്ന ജോയി. കൊല്ലം. നെറ്റ് എക്സാം പാസ്സാവണം. ആൻമരിയ. നെറ്റ് എക്സാമിൽ ഉന്നത വിജയം നൽകണം. മെഡിക്കൽ അഡ്മിഷൻ ലഭിക്കണം. സനിത ബായി. എൻ്റെ മകളുടെ MBBS പരീക്ഷ അഡ്മിഷൻ 3 പ്രാവശ്യം നെറ്റ് എഴുതുന്നു. ഗവൺമെൻറ് ജോലിയിൽ അഡ്മിഷൻ. 3 സെൻറ്റ് വസ്തുവിൻ്റെ തടസ്സം മാറിക്കിട്ടണം. ഉപയോഗ ശൂന്യതയിൽ നിന്ന് കിണർ മൂടിത്തരണം. രണ്ടാമത്തെ മകൾക്ക് SLCക്ക് 90% മാർക്ക്, നല്ലൊരു സ്കൂൾ അഡ്മിഷൻ കിട്ടണം. ഷെറിദ. 2024 നെറ്റ് എക്സാമിന് എനിക്കും കൂട്ടുകാർക്കും ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ വേണം. അമ്മയ്ക്കൊരു നല്ല ജോലി ലഭിക്കണം. എനിക്ക് പൂർണ്ണമായും അമ്മയോട് ഈശോയോടും അടുക്കുവാൻ. മിനി. അനുജത്തിയുടെ കുടുംബജീവിതം, മകളുടെ പരീക്ഷാ വിജയം, ജീവിത പങ്കാളിയുടെ സൽസ്വഭാവം. ചിന്നമ്മ. എല്ലാവിധ അനുഗ്രഹങ്ങൾ കൊണ്ട് പങ്കാളിയെ നിറയ്ക്കണമേ. എൻ്റെ ശാരീരിക സൗഖ്യം, മകൾക്ക് ദൈവവിശ്വാസത്തിൽ വളരാൻ. ജോയിച്ചൻ. മകളുടെ കാര്യത്തിൽ പരിശുദ്ധമ്മയുടെ അനുഗ്രഹം, വ്യവസായ പുരോഗതി, കുടുംബസമാധാനം. ഫിലിപ്പ്. ദാനമായി ലഭിച്ച മക്കളുടെ ആവശ്യങ്ങളിൽ അമ്മയുടെ ഇടപെടൽ, വ്യവസായ പുരോഗതി, കുടുംബത്തിന് പറ്റിയ എല്ലാ ആവശ്യങ്ങളും, ആത്മാവിൻ്റെ നിറവ്. ജോണി ഗ്രേസ്. ആനിമോളെ സ്ഥിരീകരിക്കണ പങ്കാളിയുടെ രോഗസൗഖ്യം. രാധിഷ് തൃശ്ശൂർ. ജൂൺ 10 OET കൂടാതെ സെസർമാൽ അനുഗ്രഹിക്കണം. അച്ഛൻ്റെ രോഗസൗഖ്യം മാറണം. അനുജത്തിക്ക് വിവാഹ തടസ്സം എടുത്തു മാറ്റണം. ഷെല്ലി ജോയി. മകളുടെ നഷ്ടപ്പെട്ട വസ്തുക്കൾ തിരികെ ലഭിക്കണം. മകന് നല്ലൊരു ജോലി, സ്വന്തമായൊരു ഭവനം. ഷെൽബി ബാബു. മക്കളുടെ ഇന്നത്തെ റിസൾട്ട് ഉന്നത വിജയം ലഭിക്കണം. സ്വന്തമായൊരു ഭവനം. അമ്മ ദുബായിലൊരു ജോലി, കേരളത്തിലെ വീട് സ്ഥലവും വിൽക്കാൻ. എബി ഏഞ്ചൽ. കടങ്ങൾ തീർക്കാൻ, തരാനുള്ള പണം തിരിച്ചു കിട്ടുവാൻ, ഡിസംബർ 7 മുൻപ് സ്വന്തമായൊരു ഭവനം ഞങ്ങൾക്ക് ലഭിച്ച് തീർക്കുവാൻ. നിഷ മോൾ കോട്ടയം. സഹോദരൻ എമ്മാനുവലിൻ്റെ മാനസാന്തീകരണം. എമ്മാനുവൽ മക്കളെ സ്നേഹിച്ച് കൂടെ നിർത്തണം. സ്വന്തമായൊരു ഭവനം. ആനി ആൻ്റണി. പാതിരാപ്പള്ളി. പരിശുദ്ധാത്മാവിൻ്റെ നിറവുണ്ടാകുവാൻ, നല്ലൊരു ജീവിത പങ്കാളിയെ ലഭിക്കുവാൻ. അപർണ ചന്ദ്രബോസ്. മെയ് 5 നടക്കുന്ന നെറ്റ് പരീക്ഷയിൽ 600 മാർക്ക് കിട്ടി പാസ്സാകാൻ. ചന്ദിനിയുടെ കേരള രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് കിട്ടുവാൻ, വീട് പണിയും വഴിയും ലോണും കിട്ടുവാൻ. റീന കണ്ണൂർ. മകൻ അരവിന്ദിന് MBBS എടുത്ത് ഇന്ത്യയിലെ FBMG എക്സാം ജൂലൈ 6 വിജയം ലഭിക്കുവാൻ, കാലിൻ്റെ രോഗാവസ്ഥ മാറുവാൻ. രണ്ടാമത്തെ മകൻ അജയ് അമ്മയുടെ പൂർണ്ണ സംരക്ഷണത്തിൽ വളരാൻ. CB ജോസഫ്. കുടുംബസമാധാനം, ആരോഗ്യം. ജോസഫിനൊരു കുഞ്ഞിനെ കിട്ടുവാൻ. അലക്സിൻ്റെ രോഗസൗഖ്യം. ബിനുവിന് ആരോഗ്യമുള്ള കുഞ്ഞ്. അനു അലക്സ്. നെറ്റ് എക്സാമിന് ഉന്നതമായ വിജയം. ധൈര്യത്തോടെ ആത്മവിശ്വാസത്തോടെ പരീക്ഷ എഴുതുവാനുള്ള കൃപ. ആനിയമ്മയ്ക്ക് അനുയോജ്യമായ മെഡിക്കൽ കോളേജിൽ ഒരു അഡ്മിഷൻ കിട്ടുവാൻ. അമല. ജോണിയുടെ സ്ഥലം തിരികെ കിട്ടുവാൻ, മക്കൾക്ക് 2 സെൻറ്റ് സ്ഥലം കിട്ടുവാൻ, മകളുടെ വിവാഹം നടക്കുവാൻ, എനിക്ക് ജോലി ലഭിക്കുവാൻ, സമാധാനം ലഭിക്കുവാൻ.
ഡിഒ പീറ്റർ. നെറ്റ് എക്സാം മെയ് 5-ന് നല്ല മാർക്കോടെ പാസ്സാകുവാൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. അതിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഓന്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കണമേ, നരാജ്ഞകളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് അനയിക്കണമേ. പരിശുദ്ധ ജയമാരുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. രണ്ടാം രഹസ്യം, നമ്മുടെ കർത്താവ് ശമിഷ്യ തൻ്റെ ഉയർപ്പിന് ശേഷം 40 നാൾ അത്ഭുതകരമായ മഹിമയോടും ജയത്തോടും കൂടെ തൻ്റെ ദിവ്യമാതാവും ശിഷ്യരും കണ്ടുകൊണ്ട് നിൽക്കുമ്പോൾ സ്വർഗാരോഹണം ചെയ്തു എന്ന് ധ്യാനിക്കുക. റോസ് ഏഞ്ചലിയ, ഞാനൊരു ഫിസിയോളജിസ്റ്റാണ്. ക്ലിനിക്ക് ലഭിക്കണം. കംപ്ലീറ്റ് ചെയ്യുവാൻ അമ്മയുടെ അനുഗ്രഹം വേണം. പ്രിൻസ്, എനിക്ക് ജോലി വേണം. എനിക്കൊരു വിവാഹം വേണം. സിവി ഹൈജീൻ, അഭിഷേകൻ്റെ 10ാം ക്ലാസ് പരീക്ഷയിൽ ഉന്നത വിജയം വേണം. ആകാശിൻ്റെ ഓട്ടിസത്തിൽ നിന്നും പൂർണ്ണ വിടുതൽ, നല്ലൊരു ഭാവി ജീവിതം വേണം. സിൽവി ഹൈജിൻ്റെ ഹൃദയ സംബന്ധമായ അസുഖം മാറ്റിത്തരണം. അരുൺ തോമസ്, UK-യിൽ 1 വർഷമായിട്ട് ജോലി ലഭിച്ചില്ല. 100 ആപ്ലിക്കേഷൻ അയച്ചു, ഒന്നും വിളിക്കുന്നില്ല. അരുൺ തോമസിന് ഇടയ്ക്ക് അസുഖം വരുന്നു. UK-യിൽ ഒരു ഡോക്ടറെ
എത്രയും വേഗം കാണാൻ സാധിക്കണം. അന്നയുടെ അലർജി സൗഖ്യമാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കണം. ഡോക്ടർ റിനോയ് എറണാകുളം, തീസിസ് വേഗം പൂർത്തിയാക്കണം. കോഴ്സിന് നല്ല റിസൾട്ട് കിട്ടുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കണം. അലർജി രോഗം മാറുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കണം. ബിനോയ് എറണാകുളം, ബിനോയ്ക്ക് നല്ലൊരു ജോലി ലഭിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കണം. ശാരീരിക വിഷമതകൾ മാറുന്നതിന് വേണ്ടി ദൈവകൃപയിൽ ജീവിക്കുന്നതിന് വേണ്ടിയും പ്രാർത്ഥിക്കണം. ബിനി എറണാകുളം, ബിനിയുടെ ഓഫീസിലെ എല്ലാ കാര്യങ്ങളും നന്നായി നടക്കുന്നതിന് നല്ല ഓഫീസിൽ ട്രാൻസ്ഫർ ലഭിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കണം. അസുഖങ്ങൾ മാറുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കണം. അപ്പച്ചൻ എറണാകുളം, അഞ്ചലിൻ്റെ രോഗം മാറുന്നതിന് വേണ്ടിയും വീട്ടിൽ കൂടുതൽ ദൈവിക അനുഭവം ലഭിക്കുന്നതിന് വേണ്ടിയും പ്രാർത്ഥിക്കണം. എല്ലാവരുടെയും ശാരീരിക വിഷമതകൾ മാറുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കണം. ഹാജി എറണാകുളം, നല്ല ഒരു വീട് ലഭിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കണം. മെൽബിൻ പാസ്സാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കണം. ഗിരീഷ് പനങ്ങാട്, ഗിരീഷിൻ്റെ അസുഖം മാറുന്നതിന് വേണ്ടി അതുൽ കൃഷ്ണ പാസ്സാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കണം. സിന്ധുവിൻ്റെ അസുഖം മാറുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കണം. ഡൈനി എറണാകുളം, വിവാഹം നടക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുക. ശാരീരിക വിഷമതകൾ മാറുന്നതിന് വേണ്ടിയും ദൈവകൃപ ലഭിക്കുന്നതിന് വേണ്ടിയും പ്രാർത്ഥിക്കണം. സിജോ എറണാകുളം, വിവാഹം നടക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കണം. ജോലിയിൽ പുരോഗതി ലഭിക്കുന്നതിന് വേണ്ടിയും ശാരീരിക വിഷമതകൾ മാറുന്നതിന് വേണ്ടിയും പ്രാർത്ഥിക്കണം. സെബാസ്റ്റ്യൻ ഏജി, മകൾ അനിറ്റയ്ക്ക് നീറ്റ് പരീക്ഷയിൽ ഉന്നത വിജയം ലഭിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കണം. ഭാഗ ഉടമ്പടി സമാധാനമായി നടക്കുന്നതിന് വേണ്ടിയും കുടുംബ സംരക്ഷണത്തിന് വേണ്ടിയും പ്രാർത്ഥിക്കണം. മോളെ ഡേഞ്ചൽ, റോബിൻ്റെ വീട് വിൽപ്പന നടക്കാൻ, റോഷൻ്റെ കണ്ണിന് കാഴ്ച ലഭിക്കാൻ, റോയിയുടെ കുടുംബത്തിന് ശാന്തിയും സമാധാനവും ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം. ജേക്കബ് ഫെർണാണ്ടസ് പുനലൂർ, യൂറോപ്പിലേക്കുള്ള വിസ തടസ്സം മാറുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കണം. അമ്മയുടെ ഹെർണിയ ഓപ്പറേഷൻ കൂടാതെ സുഖപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കണം. മെയ് 31 മുൻപ് കടബാധ്യത മാറാൻ വേണ്ടി പ്രാർത്ഥിക്കണം. രേഷ്മ ലൂക്കോസ്, ദുബായ്, രേഷ്മയുടെ ബ്ലീഡിംഗ് മാറി കുഞ്ഞിനെ ലഭിക്കാൻ, സാവയുടെ ജർമ്മൻ പരീക്ഷ പാസ്സാകാൻ വേണ്ടി, സാമ്പത്തിക ബുദ്ധിമുട്ട് മാറുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കണം. മഹേന്ദ്രനാഥ് എസ് കൈലാസം, ഭർത്താവിൻ്റെ സാമ്പത്തിക ബുദ്ധിമുട്ട് മാറണം, ജോലി ലഭിക്കണം. അമർനാഥ്, നാഭിമക്കളുടെ അസുഖം മാറുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കണം. ഷെറിൻ ജോയി, സ്കൂൾ യൂണിഫോം തയ്യലായിരുന്ന ഉപജീവന മാർഗം തിരിച്ച് ലഭിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കണം. മകന് ഗവൺമെൻറ് ജോലി കിട്ടണം, വീടിൻ്റെ പണി പൂർത്തിയാക്കി തരണം. അഭിരാജു പാലായി, മെയ് 5 നടക്കുന്ന നീറ്റ് എക്സാം ഉന്നത വിജയം ലഭിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കണം. കടഭാരം മാറുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കണം. നിവിൻ ജോസ്, കല്യാണം മംഗളമായിട്ട് നടക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കണം. സ്വർണ്ണപ്പണയത്തിൽ നിന്ന് എടുക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കണം. ബിന്ദു ബിനു, കരിമണ്ണിലെ വസ്തുവിൻ്റെ കച്ചവടം നടക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കണം. എൻ്റെ മകനും മരുമക്കളും ഈശോയിൽ ആഴത്തിൽ വിശ്വസിക്കുവാൻ ഞങ്ങളുടെ കമ്പനി പഴയതുപോലെ നടത്തിക്കൊണ്ടു പോകാൻ വേണ്ടി പ്രാർത്ഥിക്കണം. സോന ജോർജ്, മാള, അപ്പൻ്റെ മെഡിക്കൽ എൻട്രൻസ് എക്സാം UK പ്രൊസഷന് വേണ്ടി തടസ്സം കൂടാതെ നടക്കാൻ, ലുലുവിനും ആൻറ്റുവിനും ഒരു കുഞ്ഞ് ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം. വർക്കീസ് ആലെങ്കിൽ, കുന്നത്തുചിറ, തൊഴിൽ പ്രവൃത്തി ഉണ്ടാകുന്നതിന് വേണ്ടിയും കടബാധ്യതകൾ മാറുന്നതിന് വേണ്ടിയും പ്രാർത്ഥിക്കണം. സാവ്യ കേസി, കുടുംബത്തിൽ സമാധാനം, സാമ്പത്തിക ബാധ്യത എല്ലാം മാറുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കണം. അജിൽ മൈക്കിൾ, അജിലിന് 31 വയസ്സ്, വിവാഹം നടക്കണം. എബിക്കും ജോലി കിട്ടണം. റിജോ, എൻ്റെ വ്യവസായ മേഖല തകരുന്നു, പരിശുദ്ധ അമ്മയുടെ നല്ലൊരു വഴി തരണം. മക്കൾ 3 പേർ, രോഗസൗഖ്യം ലഭിക്കണം. നന്മ നമ്മൾ പ്രാർത്ഥിക്കല്ലേ, അതിൻ്റെ കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അപ്പോൾ അവർക്കറിയാം
സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമ്മേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമ്മേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമ്മേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമ്മേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമ്മേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമ്മേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമ്മേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമ്മേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമ്മേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. എന്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കണമേ, ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെ അങ്ങേ സഹായം ഏറ്റവും ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് ആനയിക്കണമേ. പരിശുദ്ധ ജയമാരുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നമ്മുടെ കർത്താവ് ശംശിയ പിതാവായ ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് എഴുന്നള്ളിയിരിക്കുമ്പോൾ സഹേൻ ഉട്ടിശാലെ ധ്യാനിച്ചിരുന്ന കന്യകമാതാവിൻ്റെ മേലും സ്ലീഹന്മാരുടെ മേലും പരിശുദ്ധാത്മാവിനെ അയച്ചു എന്ന് ധ്യാനിക്കുക. സെൽവം PS, ആലപ്പുഴ. ഭർത്താവിൻ്റെ കൂടെ ഇംഗ്ലണ്ടിൽ പോകാൻ ആയുസ്സും ആരോഗ്യമുള്ള കുഞ്ഞിനെ തരുന്നതിന് ഭർത്താവിനെയും എന്നെയും പരിശുദ്ധാത്മാവിനാൽ നിറയുവാൻ പ്രാർത്ഥിക്കുന്നു. അർച്ചന ജോസഫ്. നെറ്റ് എക്സാം ഫസ്റ്റ് റാങ്കോടുകൂടി നേടുവാൻ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ MBBS പഠിക്കുവാൻ അമ്മ സഹായിക്കണം. അമ്മയുടെ ന്യൂട്രസിലെ മുഴ മാറ്റിത്തരണം. വല്യച്ഛൻ്റെ അസുഖം പൂർണ്ണമായി മാറുവാൻ പ്രാർത്ഥിക്കുന്നു. അക്ഷയ സ്റ്റാലിൻ. അനുജൻ നല്ലവണ്ണം പഠിക്കാൻ നല്ലൊരു കോളേജിൽ അഡ്മിഷൻ കിട്ടാനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. അച്ഛന് ആരോഗ്യവും ആയുസ്സും പുതിയ ഫ്ലാറ്റിൻ്റെ പ്രശ്നങ്ങൾ മാറാനും പണിക്കാർ പറയുന്ന അനുസരിച്ച് മുന്നേറാനും പ്രാർത്ഥിക്കാം. അക്ഷയ് സ്റ്റാലിൻ, കുരിശിങ്കൽ. അമ്മയ്ക്ക് ദീർഘായുസ്സും ആരോഗ്യവും കൊടുക്കുവാൻ ഒരു കുഞ്ഞിനെ ലഭിക്കുവാൻ ടെലിൻ റെജിൻ കല്യാണം നടക്കുവാൻ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറുവാൻ പ്രാർത്ഥിക്കാം. UK-യിൽ വർക്ക് ചെയ്യുവാൻ വേണ്ടി പ്രാർത്ഥിക്കാം. ഗോഡ്സൺ, ആറാട്ടുകുളം. മകൻ്റെ വിവാഹം നടക്കുവാൻ, കുടുംബനാഥൻ്റെ രോഗസൗഖ്യം കിട്ടുവാൻ, ബാങ്കിലെ കടം പ്രമാണം തിരികെ ലഭിക്കുവാൻ, ഭർത്താവിൻ്റെ മൂത്രത്തിലെ കല്ലുകൾ എടുത്തു മാറ്റുവാൻ,
പൂർണ്ണ രോഗസൗഖ്യം കൊടുക്കുവാൻ, മക്കൾക്ക് 2 പേർക്കും പഠിക്കാനുള്ള സൗകര്യം കൊടുക്കുവാൻ പ്രാർത്ഥിക്കുന്നു. മനീഷ് ബാബു, സാമ്പത്തിക ബുദ്ധിമുട്ട് അമ്മ മാറ്റിത്തരുവാൻ വേണ്ടി, ഓട്ടോറിക്ഷ ടെസ്റ്റ് എത്രയും പെട്ടെന്ന് സാധിച്ചു തരുവാൻ വേണ്ടി, ധനീഷിന് ഒരു ജീവിത പങ്കാളിയെ ലഭിക്കുവാൻ വേണ്ടി, ചേച്ചിയുടെ സ്വർണ്ണപ്പണയം വെച്ചത് എടുക്കുവാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രിയ ബിജു, ഭർത്താവ് ഭാവസാഹചര്യത്തിൽ ഉപേക്ഷിക്കുവാൻ, വിശുദ്ധിയിൽ ജീവിക്കുവാൻ, മകൻ ജോസഫിൻ്റെ യുക്തിവാദ നിരീശ്വര വിശ്വാസത്തെ ദൈവം ഏറ്റെടുക്കുവാൻ, മകൻ കെബിനും ഭാര്യയ്ക്കും ഒരു കുഞ്ഞ് കൊടുക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. റീന ജോസ്, ബ്രസ്റ്റിലെ മുഴ മാറുവാൻ, ശരീരം ആസകലമുള്ള തളർന്നു പോകുന്ന അവസ്ഥ മാറുവാൻ, റീസ ജോസഫിനെ പൂർണ്ണ രോഗസൗഖ്യം നൽകുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. റീന ജോസ്, ബ്രസ്റ്റിൽ അസുഖം മാറുവാൻ, തളർന്ന വീൽ ചെയറിൽ കഴിയുകയും സംരക്ഷണശേഷി നഷ്ടപ്പെടുകയും ചെയ്യുന്നവരെ പൂർണ്ണ ആരോഗ്യത്തോടെ അനുഗ്രഹിക്കുവാൻ അമ്മ പ്രാർത്ഥിക്കുന്നു. അനുപമ ജോസഫ് പൂങ്കാവ്, MBBS അഡ്മിഷൻ കിട്ടുന്നതിനും അനിയന് 10ാം ക്ലാസ്സിൽ ഫുൾ A+ ലഭിക്കുന്നതിനും പ്രാർത്ഥിക്കുന്നു. ഷിബു ദാസ്, അശ്വിൻ്റെയും ഷിബുവിൻ്റെയും വയറുവേദന മാറുന്നതിന്, അർഷ ഷിബുവിന് മെഡിക്കൽ ജീവിതം സുഗമമാക്കുന്നതിന്, ഭവന നിർമ്മാണ തടസ്സം കൂടാതെ നടക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിർമ്മല വാക്യമടത്ത് തുറവൂർ, ധന്യ ലിജോ, വീസ തടസ്സം മാറുവാൻ, ഫാദർ ജോജോൻ്റെ പഠിത്തം പൂർത്തീകരിക്കുവാൻ, വചനം നന്നായി പഠിക്കുവാൻ. നിറ്റു ജോർജ്, വിദേശത്ത് പഠിച്ച മേഖലയിൽ ജോലി ലഭിക്കാൻ, ഭർത്താവ് പൂർണ്ണ ആരോഗ്യത്തോടെ തിരിച്ചു വരാൻ, കണ്ണിൻ്റെ രോഗം മാറുവാൻ പ്രാർത്ഥിക്കുന്നു. ഉജ്ജൽ, നെറ്റ് നല്ല മാർക്കോട് കിട്ടുവാൻ, മാതാവ് എപ്പോഴും അവൻ്റെ കൂടെ വേണം, നഷ്ടപ്പെട്ടു പോകാതിരിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ജെൻസി ജോസഫ്, രോഗസൗഖ്യവും കുട്ടികളുടെ ആരോഗ്യവും ജീവിത വിശുദ്ധീകരണത്തിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ജോൺസൺ, ജോലി ലഭിക്കുന്നതിനും മക്കളുടെ പഠനത്തിനും വേണ്ടി ലോൺ അടച്ചു തീർക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ജെസ്സി പോൾസൺ, മകൻ യൂറോപ്പിൽ ജോലി ശരിയാകുന്നതിനും മകന് ദൈവവിശ്വാസം ഉണ്ടാകുന്നതിന്, ഭർത്താവിൻ്റെ മദ്യപാനം മാറുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഷഫീന, ആലപ്പുഴ, ശാരീരികവും മാനസികവുമായ എല്ലാ അസുഖങ്ങളും മാറ്റിത്തരുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സോണിയ എക്സൻ, വാൾഡ് ലിക്കനിൽ നിന്ന് 3 കപ്പിൻ്റെ എക്സ്റേഷൻ ഓഫർ ലൈറ്റ് നൽകണമേ. 2 മക്കൾക്കും ജ്ഞാനം നൽകി അനുഗ്രഹിക്കണമേ. കടബാധ്യതയെല്ലാം മാറ്റിത്തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അഞ്ജലി ലിജോ, അലൻ അലക്സ്, അഞ്ജലിൻ പരീക്ഷ പാസ്സാകുവാൻ, രോഗം മാറുവാൻ, ചങ്ങനാശ്ശേരിയിലെ 11.5 സെൻറ്റ് സ്ഥലം വിൽക്കുവാൻ, ടോമിച്ചൻ ബിജുവിന് കൊടുത്ത രൂപ തിരികെ ലഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആൽബിൻ മാനുവൽ, എറണാകുളം, സ്വന്തമായൊരു ഭവനം, സാമ്പത്തിക ഭദ്രത, ആരോഗ്യം ഉണ്ടാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ജെയ്മി ടോമി, ഇടുക്കി, കുടുംബസമാധാനം, മക്കളുടെ നല്ല ഭാവിക്ക് വേണ്ടി പരിശുദ്ധാത്മാവ് നിറയാൻ പ്രാർത്ഥിക്കുന്നു. ബെയിൽസ് +2-ന് 75% മാർക്ക് കിട്ടി പാസ്സാകുവാൻ പ്രാർത്ഥിക്കുന്നു. അർച്ചനയുടെ വിവാഹ തടസ്സം മാറാൻ, അരുണിന് എത്രയും വേഗം ഗവൺമെൻറ് ജോലി ലഭിക്കാൻ, നബിൻ്റെ കേസുപരമായ എല്ലാ കാര്യങ്ങളും മാറുവാൻ പ്രാർത്ഥിക്കുന്നു. ഗീത കോഴഞ്ചേരി, റിജിയുടെ ബ്രസ്റ്റിൽ മുഴ മാറുവാൻ, അബിത്തിന് എല്ലാ ഭക്ഷണവും കഴിക്കാൻ പറ്റണം, കുടുംബസമാധാനം ലഭിക്കുന്നതിന്, അമ്മയുടെ സംരക്ഷണം എപ്പോഴും ഉണ്ടാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എൽസബത്ത്, സ്ഥലം വിൽപ്പനയ്ക്കുള്ള തടസ്സം മാറുന്നതിന്, അതിനെതിരായി നിൽക്കുന്ന ശക്തികളെ അമർത്തുവാൻ, എൻ്റെ കടബാധ്യത മാറുവാൻ, എൻ്റെ മക്കൾ ജസ്റ്റിൻ വ്യക്തിപരമായ പ്രാർത്ഥനകൾ അമ്മ സാധിച്ചു കൊടുക്കണം. എൻ്റെ ഭർത്താവിൻ്റെ
രോഗവും ശ്വാസകോശ തടസ്സങ്ങളും പൂർണ്ണമായി എടുത്തു മാറ്റണമെന്ന് പ്രാർത്ഥിക്കുന്നു. അനിത യൗസേബ്, ആധാര തടസ്സം കൂടാതെ ഒരു തടസ്സവും കൂടാതെ നടക്കുന്നതിന് മകൻ്റെ കാൽ ഓപ്പറേഷൻ കൂടാതെ സുഖപ്പെടുത്തുന്നതിന് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. അബിൻ ബിജു, പരീക്ഷ ജയിക്കാൻ, കുടുംബസമാധാനം ലഭിക്കാൻ, ഓപ്പറേഷൻ കൂടാതെ സുഖമാകുവാൻ പ്രാർത്ഥിക്കുന്നു. മിനു പ്രദീപിൻ്റെ വിവാഹ തടസ്സം മാറുവാൻ പ്രാർത്ഥിക്കുന്നു. ടെസ്ലിൻ്റെ ശാരീരികവും മാനസികമായ അസുഖങ്ങൾ മാറിക്കിട്ടുന്നതിനും, ടെസ്സിൻ്റെ അസുഖം മൂലം അമ്മയും സഹോദരങ്ങളും വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു. പരിശുദ്ധ അമ്മ അവരെല്ലാം പരിശുദ്ധാത്മാവുകൊണ്ട് നിറയുവാൻ പ്രാർത്ഥിക്കുന്നു. ബിന്ദു അനുഗ്രഹ, വീട് സ്ഥലവും കടബാധ്യതയിൽ നിന്ന് രക്ഷിക്കുവാൻ, SLC പരീക്ഷയ്ക്ക് ഫുൾ മാർക്ക് കിട്ടുവാൻ പ്രാർത്ഥിക്കുന്നു. സുനിൽ, കടബാധ്യതയിൽ നിന്ന് കരകയറുവാൻ, സ്ഥിരമായി ജോലി ലഭിക്കുവാൻ, ജപ്തി നടപടിയിൽ നിന്ന് കരകയറുവാൻ പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹ, എനിക്കെൻ്റെ SLC പരീക്ഷയിൽ പൂർണ്ണ A+ കിട്ടുവാൻ, പ്ലസ് വണ്ണിലേക്കുള്ള അഡ്മിഷൻ കിട്ടുവാൻ അമ്മ മാതാവ് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിച്ചു പ്രാർത്ഥിക്കുന്നു. സർല മാളിയക്കൽ, സഹറിന് പ്രമോഷൻ ലഭിക്കുവാൻ, സഹറിന് US-ൽ ഒരു ഭവനം ഉണ്ടാകുവാൻ, സഹറിന് ഒരാൺകുട്ടി ജനിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു, അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെടാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു, അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെടാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു, അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു, അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു, അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു, അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു, അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു, അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു, അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി
ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി. അതിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. എന്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കണമേ, ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെ അങ്ങേ സഹായം ഏറ്റവും ആവശ്യമുള്ളവരെ സ്വർഗത്തിലേക്ക് ആനയിക്കണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നാലാം രഹസ്യം, നമ്മുടെ കർത്താവ് ശമിശ ഉയർത്തെഴുന്നള്ളി കുറേ കാലം കഴിഞ്ഞപ്പോൾ കന്യകമാതാവ് ഈ ലോകത്തിൽ നിന്നും മാലാഖമാരാൽ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു എന്ന് ധ്യാനിക്കുക. സ്റ്റെല്ല ജാസ്മിൻ, എൻ്റെ അനുജത്തിയുടെ മകൾ MBBSന് ഉക്രൈനിലായിരുന്നു. യുദ്ധം കാരണം നാട്ടിലേക്ക് മടങ്ങുവാൻ സാധിച്ചില്ല. പഠനവും ആവശ്യമായ സാമ്പത്തികവും ലഭിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുന്നു. എൻ്റെ കടയിൽ സെയിൽ വരുന്നതിന്, കടബാധ്യത മാറുന്നതിന്, നീറ്റ് പരീക്ഷ എഴുതുന്നതിനും വേണ്ടി നല്ല മാർക്ക് ലഭിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എൻ്റെ കുടുംബത്തിലെ എല്ലാവർക്കും ആയുസ്സും ആരോഗ്യവും ലഭിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ബ്രിജിത്ത ബേസിൽ നീറ്റ് പരീക്ഷയിൽ ഉന്നത വിജയം ലഭിക്കുന്നതിന് വേണ്ടിയും ആൻഡ്രിയസൈസിൻ്റെ പഠനത്തിലുള്ള ഉറക്കമെല്ലാം മാറ്റുന്നതിന് വേണ്ടിയും നോയൽ മോൻ ഡോക്ടർ ജോലി നന്നായി ചെയ്യുന്നതിന് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. അതിനെക്കുറിച്ച് എൻ്റെ പങ്കാളിക്ക് ഇഷ്ടപ്പെടുന്ന നല്ലൊരു ഭവനം ലഭിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ബേബിക്കുട്ടി കൊമ്മാടി, അനിയൻ്റെ പങ്കാളി നിഷയ്ക്ക് നല്ല ജോലി ലഭിക്കുന്നതിന് വേണ്ടി, ഇവരുടെ മക്കളായ നിയ, നിവിൻ, ഇവർക്ക് നല്ല ജോലി പഠനം ലഭിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഷൈനി വിൽസൺ, എൻ്റെ മകൻ ജസ്റ്റിൻ പ്രണയത്തിൽ നിന്ന് പിന്മാറി മറ്റൊരു വിവാഹം കഴിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഷാലിയർ ലോറൻസ് കിരിമുളയിൽ, ചാക്കോ പ്രാർത്ഥിക്കുന്നതിനും ചാക്കോയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനും, അനിറ്റ ജോലി പുറത്തു പോകുന്നതിന് വേണ്ടി, വിദേശത്ത് നല്ല ജോലി ലഭിക്കുന്നതിന് വേണ്ടിയും കുടുംബസമാധാനം ലഭിക്കുന്നതിന് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. ജിസ്മി ബാബു, BCom ആദ്യം തന്നെ പരീക്ഷയിൽ പാസ്സാകുന്നതിന് വേണ്ടിയും നല്ല വിശ്വാസത്തിൽ വളരുന്നതിന് വേണ്ടിയും നല്ല ജോലി ലഭിക്കുന്നതിന് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. മേരി മാർഗരറ്റ് മാരാരിക്കുളം, കാൽ സുഖമായതിനു വേണ്ടി നന്ദി പറയുകയും മകൾക്ക് സ്ഥലം മാറ്റം ലഭിക്കുന്നതിന് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. എല്ലാ ദിവസവും വിശുദ്ധ ബലിയിൽ പങ്കെടുക്കുന്നതിനുള്ള അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. മേഴ്സി മാത്യു, എൻ്റെ മകൻ അലൻ്റെ വിവാഹം നടത്തുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സിയോൺ നീവ, നീറ്റ് എക്സാം +2 പരീക്ഷയിൽ പാസ്സാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. രാജി, ജോലി ശരിയാകുന്നതിന് വേണ്ടിയും വീട്ടിലെല്ലാവർക്കും നല്ലത് വരുന്നതിന് വേണ്ടിയും സാമ്പത്തിക ബുദ്ധിമുട്ട് മാറുന്നതിന് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. ബെറ്റി കുര്യാക്കോസ്, അനിറ്റ മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ ലഭിക്കുന്നതിന് വേണ്ടിയും അയനയ്ക്ക് BDS സെക്കൻഡിൽ ഉന്നത വിദ്യം ലഭിക്കുന്നതിന് വേണ്ടിയും അനിറ്റയ്ക്ക് ദൈവവിശ്വാസം ലഭിക്കുന്നതിന് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. പ്രിൻസി ഗാസ്പേർ ദേവകൃപ, മെയ് 5 നീറ്റ് എക്സാമിന് കൃപമോൾക്ക് ഉയർന്ന മാർക്ക് ലഭിക്കുന്നതിന് വേണ്ടിയും ഗവൺമെൻറ് കോളേജിൽ MBBSന് അഡ്മിഷൻ നൽകി അനുഗ്രഹിക്കുന്നതിന് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. ബിജു, മകളുടെ എക്സാം വീടിൻ്റെ കേസ് മാറുന്നതിന് വേണ്ടി അപ്പച്ചൻ ജോലിക്ക് പോകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കാർമൽ സോണി, എൻ്റെ ഭർത്താവിൻ്റെ കണ്ണിന് കാഴ്ച കിട്ടാൻ, കടം മാറാൻ, എനിക്ക് വീട് കിട്ടാൻ, ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളെ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ലില്ലി ബാബു, ഫ്രാങ്ക്ലിന് ദുബായിൽ ജോലി ലഭിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. മോൾക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അനിലയ്ക്ക് ദൈവകൃപയുള്ള മകനെ, ജീവിത പങ്കാളിയെ ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഷിൽജു, എൻ്റെ മകളുടെ തലയിൽ ബ്ലഡ് കോട്ടിംഗ് ആണ്, ജനിച്ചിട്ട് 15 ദിവസമായിട്ടുള്ളൂ. കുഞ്ഞിന് പൂർണ്ണ സൗഖ്യം ലഭിക്കുന്നതിന് വേണ്ടി, കടബാധ്യത മാറുന്നതിന് വേണ്ടി, ഞങ്ങളുടെ കുടുംബം സമാധാനമായി മാറുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വിനോദിന് നല്ല സാലറിയിൽ ഒരു ജോലി ലഭിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഹോസ്റ്റലിൻ്റെ ലൈസൻസ് ലഭിക്കുന്നതിന് വേണ്ടി, വീട്ടിലെ താമസക്കാരന് ലഭിക്കുന്നതിന് വേണ്ടി, കുടുംബത്തിലെല്ലാവരും ആയുസ്സിലും ആരോഗ്യത്തിലും ലഭിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു.
അഞ്ജന +2 പരീക്ഷയ്ക്ക് 90% മാർക്ക് ലഭിച്ചു. ഉന്നത വിജയം ലഭിച്ചതിന് നന്ദി പറയുന്നു. നീറ്റ് എക്സാം നന്നായി എഴുതുന്നതിന് MBBS അഡ്മിഷൻ ലഭിക്കുന്നതിന് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. ദൈവവിശ്വാസം, ദൈവഭക്തി, ദൈവസ്നേഹം എന്നിവയ്ക്കുള്ള ദൈവമകളായി വിശ്വാസ ജീവിതം ലഭിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അഞ്ചൽ കീർത്തി നീറ്റ് എക്സാം നന്നായി എഴുതുന്നതിന് വേണ്ടി പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുന്നു. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മനസ്സിനൊരു ടെൻഷനുമില്ലാതെ പഠിക്കുവാനും എഴുതുവാനും സാധിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കുക്കുമോൻ എൻ്റെ 2 കണ്ണിന് കാഴ്ചയിൽ തരുന്നതിന് വേണ്ടിയും ഹാർട്ട് സംബന്ധമായ അസുഖമെല്ലാം മാറുന്നതിന് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. ഡോക്ടർ ജോഷി തോമസ് ക്യാൻസർ മാറുന്നതിന് വേണ്ടിയും കുടുംബത്തിന് രോഗം സൗഖ്യം കിട്ടുന്നതിന് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. എന്റെ ഈശോ, ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കണമേ, നരകങ്ങളെ രക്ഷിക്കണമേ, എല്ലാ ആത്മാക്കളെ സഹായം ഏറ്റവും ആവശ്യമുള്ളവരെ ഈ സ്വർഗത്തിലേക്ക് ആനയിക്കണമേ. പരിശുദ്ധ ജയമാലയുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പരിശുദ്ധ മാതാവ് പരലോകത്തിലെത്തിയ ഉടനെ തൻ്റെ ദൈവകുമാരനാൽ സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും രാജ്ഞിയായി മുടിധരിക്കപ്പെട്ടു എന്ന് ധ്യാനിക്കുക. പരിശുദ്ധമേ മാതാവേ, ഞങ്ങളുടെ ഈ അമ്മയുടെ ദേവാലയത്തെ മുഴുവനായും സമർപ്പിക്കുന്നു. ഇത് നയിച്ചു കൊണ്ടുപോകുന്ന ഞങ്ങളുടെ ജോസഫ് അച്ഛനെയും കൊച്ചച്ഛനെയും സമർപ്പിക്കുന്നു. അമ്മയുടെ നീലമേലാപ്പ് കൊണ്ട് പൊതിഞ്ഞ് പുത്രൻ്റെ തിരുരക്തത്താൽ കഴുകി പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ നയിക്കണമേ. ഈ ധ്യാനകേന്ദ്രത്തെ സകല വിശുദ്ധരെയും കൊണ്ട് കോട്ട കെട്ടി കാവൽ ദൂതനെ കാവലായി നിർത്തണമേ. ഇതിൻ്റെ അൾത്താര തൊട്ട് അടുക്കള വരെ ശുശ്രൂഷ നടത്തുന്ന എല്ലാ മക്കളെയും കുടുംബങ്ങളെയും സമർപ്പിക്കുന്നു.
അമ്മയുടെ സംരക്ഷണവും ശാന്തിയും സമാധാനവും ഞങ്ങളുടെ എല്ലാ കുടുംബങ്ങളിലും അവിടുന്ന് നൽകണമേ. അമ്മ ഞങ്ങളുടെ ഭവനങ്ങളിൽ കയറി ഇറങ്ങണമേ. ഇവിടെ ജോലി ചെയ്യുന്ന ഓരോ മക്കളെയും, പ്രത്യേകിച്ച് പുതിയ സ്ഥാപനങ്ങൾ പണിയുന്ന മക്കളെല്ലാം പരിശുദ്ധാത്മാവ് കൊണ്ട് നിറഞ്ഞ് പണിയുവാൻ അവിടുന്ന് ഇടവരുത്തണമേ. ഒരു തടസ്സവും കൂടാതെ എല്ലാ കാര്യങ്ങളും അമ്മ അവിടുന്ന് നയിക്കണമേ. അമ്മ സകല വിശുദ്ധരും മാലാഖമാരുമൊത്ത് അമ്മയുടെ പുത്രനായ ഈശോയോട് ഞങ്ങൾക്കെല്ലാവർക്കും വേണ്ടി, ഞങ്ങളുടെ ഈ സ്ഥാപനത്തിന് വേണ്ടി, പ്രത്യേകിച്ച് ഞങ്ങളുടെ ജോസഫ് അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് യാചിച്ചുകൊണ്ട്, സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെടാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെടാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. എന്റെ ഈശോ, ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കണമേ, നരാജ്ഞകളെ രക്ഷിക്കണമേ, എല്ലാ ആത്മാക്കളെയും അങ്ങേ സഹായത്തെ ആവശ്യമുള്ളവരെ സ്വർഗത്തിലേക്ക് ആനയിക്കണമേ. ജപമാല സമർപ്പണം. മുഖ്യദൂതനായ വിശുദ്ധ മിഖായേലേ, ദേവദൂതന്മാരായ വിശുദ്ധ ഗബ്രിയേലേ, വിശുദ്ധ റബ്ബേലേ, മഹാന്മാരായ വിശുദ്ധ ഔസേപ്പേ, സ്ലീഹന്മാരായ വിശുദ്ധ പത്രോസേ, വിശുദ്ധ പൗലോസേ, വിശുദ്ധ യോഹന്നാനെ, ഞങ്ങളുടെ പിതാവായ മാർത്തോമയെ, ഞങ്ങൾ വലിയ പാപികളായിരിക്കുന്നുവെങ്കിലും ഞങ്ങൾ ജപിച്ച ഈ പ്രാർത്ഥന നിങ്ങളുടെ കീർത്തനങ്ങളോടുകൂടി ഒന്നായി ചേർത്ത് പരിശുദ്ധമാൻ്റെ തൃപ്പാദത്തിൽ കാഴ്ചവെക്കുവാൻ നിങ്ങളോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആമേൻ.
നിങ്ങളുടെ പാദ പങ്കജത്തിൽ ഞങ്ങളെ വച്ചിതാ കുമ്പിടുന്നേ. നല്ല മാതാവേ നിർമ്മല യോസേപ്പ് പിതാവേ, നിങ്ങളുടെ പാദ പങ്കജത്തിൽ ഞങ്ങളെ വച്ചിതാ കുമ്പിടുന്നേ. ഞങ്ങൾക്ക് ഇഷ്ടമല്ല ആ ദുഷ്ടൻ ഞങ്ങളെ കാത്തിടുകിൽ. ആ കഷ്ടം ഞങ്ങളെ ദുഷ്ടരാക്കും. ഇമ്പം കാണിച്ചു പ്രിയം വരുത്തി പിന്നവർ ഞങ്ങളെ നാശമാക്കും. നല്ല മാതാവേ പിതാവേ, നിങ്ങളുടെ പാദ പങ്കജത്തിൽ ഞങ്ങളെ വച്ചിതാ കുമ്പിടുന്നേ. നല്ല മാതാവേ നിർമ്മല യോസേപ്പ് പിതാവേ, നിങ്ങളുടെ പാദ പങ്കജത്തിൽ ഞങ്ങളെ വച്ചിതാ കുമ്പിടുന്നേ. അഞ്ചാം തീയതി ദൈവമാതാവ് തന്നെ തന്നെ ദൈവത്തിന് സമർപ്പിക്കുന്നു. ഒന്നാമത്, പരിശുദ്ധ കന്യാമറിയം ചെറുപ്രായത്തിൽ തന്നെ സർവേശ്വരനെ തന്നെ സമർപ്പിച്ചു. രണ്ടാമത്, തന്നെ മുഴുവനായി സമർപ്പിച്ചു. മൂന്നാമത്, എന്നേക്കുമായി സമർപ്പിച്ചു. ആദ്യം, ദൈവമാതാവിൻ്റെ കൃത്യങ്ങളെല്ലാം സതുദ്ദേശങ്ങളാൽ പൂർണ്ണമായിരുന്നതുമല്ലാതെ ആ പ്രവൃത്തിയാൽ സകല പുണ്യങ്ങളുടെയും മാതൃക എല്ലാവർക്കും കാണിച്ചുമിരിക്കുന്നു. ശിശുവായിരുന്നപ്പോൾ തന്നെ പരിശുദ്ധ മറിയം ചെയ്ത കൃത്യം വിസ്മരണീയമാണ്. 3 വയസ്സുള്ളപ്പോൾ നല്ല മനസ്സോടെ ദേവാലയത്തിൽ ചെന്ന് ദൈവപരികർമ്മം ചെയ്യുന്നതിന് തന്നെ തന്നെ സമർപ്പിച്ചിരുന്നതാണ് ആ കൃത്യം. ഇങ്ങനെ ചെയ്യുന്നതിൽ ചെറുപ്രായം മാതാപിതാക്കളോടുള്ള സ്നേഹം, വാഗ്ദാനങ്ങളുടെ അലംഘനീയത്വം, തന്മൂലം സംഭവിച്ചേക്കാവുന്ന ദുഃഖം ഇവയൊന്നും തടസ്സമായി തോന്നിയില്ല. ഇത്ര ശിശുപ്രായത്തിൽ ദൈവമാതാവ് ഈ സൽകൃത്യത്തിനായി തന്നെ തന്നെ നിശ്ചയിച്ചു കൽപ്പിച്ചത് നോക്കുമ്പോൾ നിങ്ങൾ ദൈവകൽപ്പന പോലെ നടക്കുന്നതിൽ മടി കാണിക്കുകയും താമസം വരുത്തുകയും ചെയ്യുന്നത് സർവേശ്വരന് എത്രയോ വിരോധമാണെന്ന് നല്ലവണ്ണം ബോധ്യപ്പെടും. അതിനാൽ നിങ്ങൾ ഓരോരുത്തരും നിങ്ങളെ തന്നെ സർവേശ്വരന് സമർപ്പിക്കുന്നതിനുള്ള സകല വിഘ്നങ്ങളും നീക്കിത്തരാൻ വിവേകമുള്ള കന്യകമറിയത്തോട് പ്രാർത്ഥിച്ചു കൊള്ളണമേ. ദൈവമാതാവ് ഉണ്ണിപ്രായത്തിൽ സർവേശ്വരന് തന്നെ തന്നെ കാഴ്ച കൊടുത്ത സമയത്തിൽ തന്നെ മുഴുവനും ഉത്തമമരണമാണ് സമർപ്പിച്ചത്. അതായത് തനിക്കുള്ളവയെല്ലാം വെറുത്തുപേക്ഷിക്കുകയും ലൗകിക ഭാഗ്യങ്ങൾ സകലത്തെയും വിട്ട് തൻ്റെ ശരീരവും ആത്മാവും ദൈവത്തിൻ്റെ പക്കൽ കൈയേൽപ്പിക്കുകയും ചെയ്തു. മാത്രമല്ല തനിക്ക് 1000 മനസ്സുണ്ടായിരുന്നാൽ അവയൊക്കെയും കൊടുക്കുന്നതിന് ആഗ്രഹവുമുണ്ടായിരുന്നു. ഈ സമർപ്പണം ചെയ്ത സമയത്തിൽ
അനുഭവിച്ച സന്തോഷവും ദൈവഭക്തിയും എത്രയോ വലുതായിരുന്നെന്ന് പറയാനും വിചാരിക്കാനും പ്രയാസം. നിങ്ങൾ ഇതിനെപ്പറ്റി വിചാരിക്കുമ്പോൾ ഒരു കാര്യം അറിയേണ്ടതുണ്ട്. ഒരുവൻ സർവേശ്വരന് തന്നെ തന്നെ കാഴ്ച കൊടുക്കുമ്പോൾ മുഴുവനും കൊടുക്കാഞ്ഞാൽ അവിടത്തേക്ക് പ്രിയമുണ്ടാവുകയില്ലെന്ന് തന്നെയല്ല, നിങ്ങൾക്ക് ആത്മീയ പ്രയോജനം ഇല്ലാതായി പോവുകയും ചെയ്യും. സർവേശ്വരൻ അളവില്ലാത്ത സ്നേഹത്തിന് യോഗ്യനാകിയാൽ നിങ്ങളുടെ പൂർണ്ണ മനസ്സും പൂർണ്ണ സ്നേഹവും സമർപ്പിക്കാത്ത പക്ഷം ഒന്നും കൊടുക്കാത്തതുപോലെ ആയിരിക്കും. അതുകൊണ്ടാണ് പ്രയോജനമൊന്നും ഉണ്ടാവുകയില്ല എന്ന് പറഞ്ഞത്. മൂന്നാമത്, മറിയം എന്നേക്കുമായി തന്നെ സമർപ്പിച്ചു. എങ്ങനെയെന്നാൽ മനുഷ്യരിൽ കാണപ്പെടുന്ന അസ്ഥിരതയും സ്വഭാവഭേദവും കന്യാമറിയത്തിൽ ഒരു നാളും കാണപ്പെട്ടിരുന്നില്ല. പുണ്യജീവിതത്തിൽ നിന്ന് ഒരിക്കലും പിന്മാറാതെ ദിനംപ്രതി അധികമധികം ജാഗ്രതയോടും ദൈവഭക്തിയോടും കൂടെ അതിൽ നടക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. എന്നാൽ മനുഷ്യർ ദൈവമാതാവ് കാണിച്ച് തന്നിട്ടുള്ള പുണ്യമാതൃക കണ്ടു പഠിക്കാതെ നേർവഴിയിൽ ഒരു ദിവസം നടന്നാൽ പിറ്റേ ദിവസം അത് വിട്ടുമാറുകയും ഇന്നു ചെയ്ത നിശ്ചയങ്ങൾ നാളെ ലംഘിക്കുകയും പാപം ചെയ്യുകയില്ല എന്നുള്ള പ്രതിജ്ഞ ഉടൻ തന്നെ മറന്ന് ദിനംപ്രതി സർവേശ്വരന് ദ്രോഹികളായി നടക്കുകയും ചെയ്യുന്നു. ഇങ്ങനെയുള്ള തഴക്കം സർവേശ്വരന് ചേരാത്തതാണെന്ന് നിശ്ചയിച്ച് ദൈവത്തോട് ചെയ്ത ദ്രോഹങ്ങളെപ്പറ്റി മനസ്താപപ്പെട്ട് പൊറുതി അപേക്ഷിച്ച് മേലാൽ സ്ഥിരമായി പുണ്യവഴിയിൽ നടക്കുന്നുണ്ടെന്ന് പ്രതിജ്ഞ ചെയ്യേണ്ടതാകുന്നു. ദൃഷ്ടാന്തം: ഏത് ദേശത്തും ഏത് കാലത്തും പരിശുദ്ധ ദൈവമാതാവിൻ്റെ മധ്യസ്ഥത വഴിയായി മഹത്തായ അത്ഭുതങ്ങൾ നടന്നിട്ടുണ്ടെന്നത് തർക്കമറ്റ സംഗതിയാകുന്നു. ഈ പരമനായിക പിശാചിൻ്റെ തകല തകർത്തോളം സകല പാപികൾക്കും സങ്കേതവുമായിരിക്കുന്നതിനാൽ എല്ലാ കാലങ്ങളിലും ഈ അമ്മയുടെ കൃപ കാരണത്താൽ അനേകം പാപികൾ അക്രമ വഴി വിട്ട് തപസ് ചെയ്ത് പുണ്യവന്മാരായി തീർന്നിട്ടുണ്ട്. ഇങ്ങനെ പരിശുദ്ധ ദേവമാതാവിൻ്റെ തിരുഹൃദയ സഭ വഴിയായി ഈ പരമരാജ്ഞിയുടെ ദയയും മഹിമയും അലിവും വിശേഷമായി ഈ കാലത്തിലും വിളങ്ങാൻ സർവേശ്വരൻ തീരുമാനിച്ചായി. അതെങ്ങനെയെന്നാൽ ക്രിസ്തുവർഷം 1836 പാരീസ് നഗരിയിൽ ജയമാതാവിൻ്റെ പള്ളിയിലെ വികാരി തൻ്റെ അധികാരത്തിൽ ഉൾപ്പെട്ടിരുന്ന ജനങ്ങളുടെ ഇടയിൽ ദൈവഭക്തി കുറഞ്ഞു വരുന്നത് കണ്ട് പാപികളുടെ സങ്കേതമായ ദൈവമാതാവിൻ്റെ നിർമ്മല ഹൃദയത്തിൻ പക്കൽ തന്നെയും തൻ്റെ ജനങ്ങളെയും സമർപ്പിച്ചുകൊണ്ട് ഈ പരമനായികയുടെ കറയില്ലാത്ത തിരുഹൃദയത്തിൻ്റെ നാമത്തിൽ ഒരു സഭ സ്ഥാപിക്കണമെന്ന് നിശ്ചയിച്ചു. ഈ സഭയുടെ ക്രമങ്ങളും പ്രമാണങ്ങളും പാരീസ് നഗരിയുടെ മെത്രാപ്പോലിത്ത അംഗീകരിക്കുകയും തന്മൂലം ആ സഭ ആരംഭിക്കപ്പെടുകയും ചെയ്തു. കുറേ നാളുകൾക്ക് ശേഷം പ്രസ്തുത സഭ സർവേശ്വരനും ദൈവമാതാവിനും പ്രിയമുള്ളതായിരിക്കുന്നുവെന്ന് ആ വൈദികൻ അത്ഭുതമായി അറിഞ്ഞ് ഈ തിരുഹൃദയ സഭ സ്ഥിരപ്പെടുത്താനും എല്ലാ ദിക്കുകളിലും പ്രചരിപ്പിക്കാനും പ്രയത്നിക്കുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ ആഗ്രഹപ്രകാരം ഈ സഭയിൽ അനവധി ജനങ്ങൾ ചേർന്ന് പേരെഴുതിക്കുകയും ദൈവജനതയുടെ തിരുഹൃദയത്തിന് തക്ക വണക്കങ്ങൾ ചെയ്ത് പാപികൾ മനസ്സിരുന്നതിന് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടുവരികയും ചെയ്യുന്നതിനാൽ അസംഖ്യം പാപികൾ മനസ്സ് തിരിഞ്ഞ് നല്ലവരായി. അതുകൊണ്ട് ഈ സഭയുടെ കീർത്തി എങ്ങും പരക്കുകയും ഇതിനോട് ചേർന്ന് അനേകം ഉപസഭകൾ സ്ഥാപിതങ്ങളാവുകയും ചെയ്തു. ഈ സഭാംഗങ്ങളായ അനേക ലക്ഷങ്ങൾ ദൈവമാതാവിൻ്റെ കറയില്ലാത്ത തിരുഹൃദയത്തെ വണങ്ങിക്കൊണ്ട് പാപികളുടെ മാനസാന്തരത്തിനായി മഹാഭയഭക്തി പുരസ്സരം പ്രാർത്ഥിച്ചിരുന്നു. തിരുസഭയുടെ തലവനായ മാർപ്പാപ്പ ഈ സഭ വഴിയായി സർവേശ്വരൻ നൽകിയ ആത്മീയ നന്മകൾ അറിഞ്ഞ ഇതിൻ്റെ നിയമങ്ങൾ സ്വീകരിച്ചുറപ്പിക്കുകയും ഇതിൽ സകല ക്രിസ്ത്യാനികളും പ്രവേശിക്കണമെന്ന് ഉപദേശിക്കുകയും ഈ സഭക്കാർക്ക് അനേകം ആത്മീയ നന്മകൾ നൽകുകയും ചെയ്തു. ഈ സഭ വഴിയായി പാപികളുടെ മനസ്സ് തിരിക്കുക, രോഗികളെ സുഖപ്പെടുത്തുക, ആദ്യമായി ഈ പരമനായിക ചെയ്തിരുന്ന അസാധാരണങ്ങളായ അത്ഭുതങ്ങളും
അനുഗ്രഹങ്ങളോ വർണ്ണിക്കുക എന്നത് ഒരുത്തരാലും ഒരു പ്രകാരവും സാധ്യമല്ല. അതുകൊണ്ട് ക്രിസ്ത്യാനികളെ നിങ്ങളെല്ലാവരും ഈ ഉത്തമ സഭയിൽ പ്രവേശിച്ച് ദൈവമാതാവിൻ്റെ പ്രത്യേക ഭക്തരായി ജീവിക്കുകയും നിങ്ങളാൽ കഴിയുമെണ്ണം പാപികളെ മാനസാന്തരപ്പെടുത്താനായി പ്രയത്നിക്കുകയും ചെയ്യണം. ജപം. എത്രയും പരിശുദ്ധ കന്യാമറിയമേ, 3 വയസ്സ് മാത്രമുള്ള ഒരു ശിശുവായിരിക്കുമ്പോൾ തന്നെ ദേവാലയത്തിൽ ചെന്ന് സർവേശ്വരന് നിന്നെ കാഴ്ച കൊടുത്തുവല്ലോ. അങ്ങയെ സ്നേഹിച്ച് ശുശ്രൂഷിപ്പാൻ വേണ്ട എന്നെ അങ്ങേക്ക് കാഴ്ചവെക്കണമെന്ന എന്റെ ആഗ്രഹം അങ്ങ് കൈക്കൊള്ളണമേ. ദിവ്യകന്യകേ, സർവേശ്വരൻ കഴിഞ്ഞാൽ അങ്ങല്ലാതെ എനിക്ക് തുണയും സങ്കേതവും ശരണവും ഇല്ലെന്നറിഞ്ഞിട്ടും ഇന്നു മുതൽ എന്നേക്കും എന്റെ അമ്മയായി പാലികയായി അങ്ങയെ തിരഞ്ഞെടുത്ത് എന്നെ മുഴുവനും ഞാൻ അങ്ങേക്ക് കാഴ്ചവെക്കുന്നു. എന്നെയും എനിക്കുള്ള സകലത്തെയും അങ്ങേ സ്വന്തമായി കൈക്കൊണ്ട് എന്റെ ആത്മാവിനും ശരീരത്തിനും വേണ്ട സകല സഹായങ്ങളും എന്റെ അമ്മേ എനിക്ക് ചെയ്തരളണമേ. എത്രയും ദയുള്ള മാതാവേ, നിന്റെ സങ്കേതത്തിൽ ഓടി വന്ന് നിന്റെ ഉപകാരം സഹായം അപേക്ഷിച്ച് നിന്റെ അപേക്ഷയുടെ സഹായത്തെ ഇരുന്നവരിൽ ഒരുവനെങ്കിലും നിന്നാൽ കൈവിടപ്പെട്ടു എന്ന് ലോകത്തിൽ കേൾക്കപ്പെട്ടിട്ടില്ല എന്ന് നീ നനച്ചുകൊള്ളണമേ. കന്യാവ്രതക്കാരുടെ രാജ്ഞിയായ കന്യകേ, ദയുള്ള മാതാവേ, ഈ വണ്ണമുള്ള ശരണത്താൽ ഉറച്ച് നിന്റെ തൃപ്പാദങ്ങൾ ഞാൻ അടുത്തു വരുന്നു. നെടുവീർപ്പിട്ട് കണ്ണുനിറച്ചിന്തി പാപിയായ ഞാൻ നിന്റെ ദയയുടെ ആഴത്തെ കാത്തുകൊണ്ട് നിന്റെ തിരുമുൻപിൽ നിൽക്കുന്നു. അവതരിച്ച വചനത്തിൽ മാതാവേ, എന്റെ അപേക്ഷ ഉപേക്ഷിക്കാതെ ദയാപൂർവം കേട്ടൊള്ളണമേ. ആമേൻ. ജന്മഭാവമില്ലാതെ ഉത്ഭവിച്ച പരിശുദ്ധ മറിയമേ, പാപിയുടെ സങ്കേതമേ, ഇതാ നിന്റെ സങ്കേതത്തിൽ ഞങ്ങൾ ഓടി വന്നിരിക്കുന്നു. ഞങ്ങളുടെ മേൽ അലുവായിരുന്ന് ഞങ്ങൾക്ക് വേണ്ടി നിന്റെ തിരുക്കുമാരനോട് പ്രാർത്ഥിക്കണമേ. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരയണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, അതിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ജന്മഭാവമില്ലാതെ ഉത്ഭവിച്ച ശുദ്ധ മറിയമേ, പാപിയുടെ സങ്കേതമേ, ഇതാ നിന്റെ സങ്കേതത്തിൽ ഞങ്ങൾ ഓടി വന്നിരിക്കുന്നു. ഞങ്ങളുടെ മേൽ അലുവായിരുന്ന് ഞങ്ങൾക്ക് വേണ്ടി നിന്റെ തിരുക്കുമാരനോട് പ്രാർത്ഥിച്ചു കൊള്ളണമേ. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരയണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചോണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, അതിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ജന്മപാപമില്ലാതെ ഉത്ഭവിച്ച ശുദ്ധ മറിയമേ, പാപിയുടെ സങ്കേതമേ, ഇതാ നിന്റെ സങ്കേതത്തിൽ ഞങ്ങൾ ഓടി വന്നിരിക്കുന്നു. ഞങ്ങളുടെ മേൽ അലുവായിരുന്ന ഞങ്ങൾക്ക് വേണ്ടി നിന്റെ തിരുക്കുമാരനോട് പ്രാർത്ഥിച്ചു കൊള്ളണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ.
അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമ്മേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. അതിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പാപിയുടെ സങ്കേതമേ, തിരുസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമ്മേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമ്മേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പാപിയുടെ സങ്കേതമേ, അജ്ഞാനികൾ മുതലായ ദുർമതക്കാർ മനസ്സ് തിരിയാൻ വേണ്ടി പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പാപിയുടെ സങ്കേതമേ, സത്യരാജാക്കൾ പ്രഭുക്കൾ തമ്മിൽ സമാധാനമായിരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പാപിയുടെ സങ്കേതമേ, മാർപ്പാപ്പ മുതലായ വേദപാലകന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പാപിയുടെ സങ്കേതമേ, നിന്റെ പ്രിയപ്പെട്ട മക്കളായിരിക്കുന്ന ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. സുഹൃദേവം മറിയമേ, അങ്ങേ കൃപയുള്ള തൃക്കണ്ണുകൾ ഞങ്ങളുടെ മേൽ തിരിക്കണമേ. മറിയമേ, മറിയമേ, അങ്ങേ കൃപയുള്ള തൃക്കണ്ണുകൾ ഞങ്ങളുടെ മേൽ തിരിക്കണമേ. മറിയമേ, അങ്ങേ കൃപയുള്ള തൃക്കണ്ണുകൾ ഞങ്ങളുടെ മേൽ തിരിക്കണമേ. സൽക്രിയ. ഈ ദിവസം അല്ലെങ്കിൽ അടുത്തു വരുന്ന ശനിയാഴ്ച ഉപവസിക്കണം. ഞങ്ങളടയ്ക്കും പ്രാർത്ഥന സദയം
ക്രിസ്തു ജനത്തിൻ പാലിയെ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കാ. വാനവനിരയുടെ രാജ്ഞി, ഗാവാന്മാരുടെ രാജ്ഞി, സ്നേഹന്മാരുടെ രാജ്ഞി, പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കാ. കന്യകമാരുടെ രാജ്ഞി, വന്ദകനിരയുടെ രാജ്ഞി, രക്താംഗിതരുടെ രാജ്ഞി, പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കാ. സിദ്ധന്മാരുടെ രാജ്ഞി, ഭാരതസഭയുടെ രാജ്ഞി, അമലോത്ഭവയാം രാജ്ഞി, പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കാ. ശാന്തി ജഗത്തിനു നൽകും നിത്യവിരാജിത രാജ്ഞി, സ്വർഗാരോപിത രാജ്ഞി, പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കാ. ലോകത്തിൻ പാപങ്ങൾ താങ്ങും ദൈവത്തിൻ മേക്ഷമേനാഥാ. പാപം പൊറുക്കേണമേ നാഥാ, പാപം പൊറുക്കേണമേ. ലോകത്തിൻ പാപങ്ങൾ താങ്ങും ദൈവത്തിൻ മേക്ഷമേനാഥാ. പ്രാർത്ഥന കേൾക്കണമേ നാഥാ, പ്രാർത്ഥന കേൾക്കണമേ. ലോകത്തിൻ പാപങ്ങൾ താങ്ങും ദൈവത്തിൻ